ഈ ഒരു സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു 6 മെയിൻ ക്യാരക്ടേഴ്സിനെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിലുള്ള എല്ലാവരും കപ്പിൾസാണ്. കെവിൻ ആൻഡ് എമിലി എന്ന് പറയുന്നത് ഒരു കപ്പിളാണ്. അമീർ ആൻഡ് ലോറി എന്ന് പറയുന്നത് ഒരു കപ്പിളാണ്. ഹ്യൂഗ് ആൻഡ് ബെത്ത് എന്ന് പറയുന്നത് ഒരു കപ്പിളാണ്. ഈ ഹ്യൂഗ് ആൻഡ് ബെത്ത് എന്നുള്ളത് നമുക്ക് വിളിക്കാനൊരു സുഖത്തിന് വേണമെങ്കിൽ ചക്കി മക്കി എന്നാക്കാം. മൈക്ക് ആൻഡ് ലീ എന്ന് പറയുന്നത് ഒരു കപ്പിളാണ്. ഇതിൽ മൈക്കും ചക്കിയുമായിട്ട് മുമ്പ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു അഫയറിൻ്റെ കാര്യമൊക്കെ മൈക്ക് അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ചക്കിയാണെങ്കിലോ ഈ ഒരു കാര്യം മക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കെവിൻ അതുപോലെ തന്നെ ലോറിയുമായിട്ടൊരു അഫയർ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കൺഫ്യൂഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നാലും കൺഫ്യൂഷൻ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാതും മെല്ലെ മെല്ലെ കത്തി തുടങ്ങിക്കോളും. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തിക്ക് ഫ്രണ്ട്സാണ്. ഇവർ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മൈക്കിൻ്റെ വീട്ടിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ എമിലി കെവിനോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് എമിലിയുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ മൊത്തത്തിൽ ക്രാക്ക് ആവുക. അവർക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ല എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അവർ മൈക്കിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ഓൾറെഡി മൈക്കും ലീയും ചക്കിയൊക്കെ വന്നിട്ടുണ്ട്. എമിലി അപ്പോൾ ഫോൺ പൊട്ടിയ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ഫോൺ എന്താ താഴെ ഇട്ടോന്ന് ചോദിക്കുമ്പോൾ ഞാൻ താഴെ ഒന്നും ഇട്ടിട്ടില്ല, കയ്യിലിരുന്ന് പൊട്ടി പോയതാന്ന് പറയുന്നുണ്ട്. ഇതേ സമയം എർത്തിനെ പാസ് ചെയ്തിട്ട് ഒരു കോമറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോമറ്റ് കാരണവും ചിലപ്പോൾ ഫോൺ പൊട്ടിയതെന്ന് എമിലി പറയാണ്. ബട്ട് ഒരു കോമറ്റ് കാരണമൊക്കെ എങ്ങനെ ഫോണിൻ്റെ ചില്ലൊക്കെ പൊട്ടുകയെന്ന് പറഞ്ഞിട്ട് അവർ തള്ളി കളയാണ്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ അവിടേക്ക് കെവിനും മക്കിയും വരികയാണ്. അവർ പിന്നെ നേരെ ഫുഡ് കഴിക്കാനിരുന്ന് അപ്പോഴാണ് അവിടേക്ക് അമീറും ലോറിയും വരുന്നത്. അങ്ങനെ അവർ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് പണ്ടത്തെ ഓരോ കഥകളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ആ കോമറ്റിൻ്റെ കാര്യമൊക്കെ വരുന്നുണ്ട്. ഇതിനു മുന്നേ കോമറ്റ് കാരണം ഉണ്ടായ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആ സമയത്താണ് എമിലിയുടെ ഫോൺ പൊട്ടിയ പോലെ തന്നെ മക്കിയുടെ ഫോണും പൊട്ടുന്നത്. അപ്പോൾ വീണ്ടും എമിലി പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ ആ കോമറ്റ് കാരണമാവുന്നൊക്കെ. ബട്ട് അവൾ പറയുന്നതാണെങ്കിൽ അപ്പോഴും ആരും കേൾക്കൊന്നുമില്ല. അവരങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ആ വീട് മൊത്തത്തിൽ അങ്ങോട്ട് പവർ കട്ട് ആവുന്നത്. അപ്പോൾ മൈക്ക് പറയുന്നുണ്ട് യൂഷ്വലി ഈ നേരത്ത് കറണ്ടൊന്നും പോവാത്തതാണല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അവന് കുറച്ച് മെഴുകുതിരിയും അതുപോലെ തന്നെ ഒരു ബോക്സിൽ കുറച്ച് ഗ്ലോ സ്റ്റിക്സ് ഉണ്ടായിരുന്നു, അതും എടുക്കുന്നുണ്ട്. നമ്മുടെ മൈക്കിൻ്റെ ആണെങ്കിൽ ഒരു 3 കളറുള്ള ഗ്ലോ സ്റ്റിക്സ് ഉണ്ട്. ഒന്ന് റെഡ്, ബ്ലൂ, ഗ്രീന്. അങ്ങനെ അതിൽ ആ ബ്ലൂ ഗ്ലോ സ്റ്റിക്സ് എടുത്തിട്ട് എന്താണ് ഈ നേരത്ത് കറണ്ട് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ പുറത്ത് പോയി നോക്കുകയാണ്. അവരങ്ങനെ പുറത്തു പോയി നോക്കുന്ന സമയത്ത് കുറച്ചപ്പുറത്ത് ഒരു വീട്ടിൽ വെളിച്ചം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഇല്ലയെന്ന് മനസ്സിലാക്കിയിട്ട് മക്കിക്ക് എന്തായാലും അവിടെ പോയേ പറ്റുള്ളൂ എന്ന് പറയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മക്കിയുടെ ബ്രദർ കോമറ്റ് കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ അൺയൂഷ്വലായിട്ട് ഓരോന്നും സംഭവിച്ചത് കാരണം തന്നെ മക്കിക്ക് എന്തായാലും പോകണം എന്നൊക്കെ പറയാണ്. എന്നാൽ അവൻ്റെ കൂടെ ഉള്ളവരാണെങ്കിലോ ഇപ്പോൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എങ്ങനെയെങ്കിലും തടയാൻ നോക്കുകയാണ്. മക്കി എന്തായാലും പോയേ പറ്റുള്ളൂ, കുഴപ്പമൊന്നുമില്ല, അടുത്തല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം മക്കി പറയുകയാണ് നിങ്ങൾക്ക് ഡൗട്ടാച്ച അമീർ കൂടെ എൻ്റെ ഒപ്പം വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി പോവുകയാണ്. അങ്ങനെ അവർ രണ്ടാളും പോയതിന് ശേഷം ഇവർ പണ്ട് കോമറ്റ് വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയാണ്. ഈ പ്രാവശ്യത്തെ കോമറ്റ് നമ്മുടെ ഭൂമിയുടെ വളരെ അടുത്ത് കൂടെയാണ് പോയിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ അല്ല എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ വീടിൻ്റെ വാതിലിൽ ഒരാൾ മുട്ടുന്നത്. അവരെല്ലാവരും പെട്ടെന്ന് പേടിച്ച് വെപ്രാളപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ കെവിന് കയ്യിലൊരു ബാറ്റ് എടുത്തിട്ട് നേരെ പോയി ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്യാണ്. എന്നിട്ട് സൈഡിലത്തെ ഡോറിലൂടെ നോക്കുകയാണ്. ബട്ട് ആ സമയത്ത് അവിടെ ആരെയും കാണാൻ കഴിയുന്നുണ്ടാവില്ല. ഇതേ സമയം മൈക്ക് നേരെ പോയിട്ട് എന്താ പ്രശ്നം എന്ന് നോക്കിയിട്ട് ജനറേറ്റർ ശരിയാക്കിയിട്ട് കറണ്ട് വീണ്ടും അവിടെ തിരിച്ചു കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇവരുടെ വീട്ടിൽ ആരോ കോളിംഗ് ബെല്ല് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അവർ പോയി വാതിൽ തുറക്കുമ്പോൾ അത് നേരത്തെ പോയ നമ്മുടെ മക്കിയും അമീറുമായിരുന്നു. ബട്ട് ഇവിടെ മക്കിയുടെ നെറ്റിയൊക്കെ പൊട്ടിയിട്ട് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമീറിന്റെ കയ്യിൽ ഒരു പ്രത്യേക ടൈപ്പ് ബോക്സും ഉണ്ട്. അവരാണെങ്കിൽ ആകെ മൊത്തം പേടിച്ചിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനൊന്നുമില്ല അത് നെറ്റി ജസ്റ്റ് തട്ടിയതാന്നൊക്കെ പറയാണ്. അപ്പൊ അമീറിനോട് ചോദിക്കുമ്പോൾ അവന് മക്കി ഈ പെട്ടി അവിടെ വെച്ചപ്പോൾ ഞാനതെടുത്ത് കൊള്ളുന്നതാന്ന് പറയാണ്. അപ്പൊ നമ്മുടെ മക്കി ഞാനെപ്പോഴാണ് ഈ ബോക്സ് എടുത്തത്, നീ എന്തിനാ ഇതൊക്കെ എടുത്തോണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമീർ അവൻ്റെ ഫ്രണ്ട്സിനോട് എനിക്കൊന്നും അറിയില്ല, അവനാണ് പോയി നോക്കിയത്. ബട്ട് എന്താ ചോദിക്കുമ്പോൾ അവനൊന്നും പറയണമില്ല. അതിനുശേഷം നമ്മുടെ മൈക്ക് എങ്ങനെയും ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇരുന്ന് ട്രൈ ചെയ്യാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ബോക്സ് ഓപ്പണായി കിട്ടുകയാണ്. അതിലെന്താണെന്ന് നോക്കുമ്പോൾ ഉണ്ട് അതിൽ അവരുടെ എല്ലാവരുടെയും ഓരോ ഫോട്ടോസ്. അതുപോലെ തന്നെ ഈ പിങ് പോങ് ഒക്കെ കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പാഡിലും. അങ്ങനെ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കാണുന്നത് ഓരോ ഫോട്ടോയുടെ ബാക്കിൽ ഓരോ നമ്പർ. അത് കണ്ടിട്ട് ഇവർ ശരിക്കും പേടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മക്കിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ശരിക്കും അവിടെ കണ്ടത്, എന്താണ് അവിടെ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മക്കി പറയാണ് ഞാൻ നേരെ ചെന്നിട്ട് ഫ്രണ്ട് ഡോറ് തട്ടി. അപ്പോൾ ആരും ഡോറ് തുറന്നില്ല. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് സൈഡ് ഡോറ് തട്ടി.
ഇത് കേട്ടതും അവരെല്ലാവരും ഒരു നിമിഷം ശരിക്ക് ഷോക്കായി പോവാണ്. ഇവിടെയും ഇതേ സംഭവം തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ നീയായിരുന്നു അതെന്ന് അവനോട് ചോദിക്കുമ്പോൾ മക്കി പറയാണ്, ഞാൻ വിൻഡോ കോഡ് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നെന്ന്. എടാ വള്ളി ചെക്ക, നീ കറങ്ങി നേരെ വന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇവിടെ വന്നിട്ടാണ് നീ വാതിൽ മുട്ടിയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മക്കിയാണെങ്കിൽ അതൊന്നും സമ്മതിക്കുന്നില്ല. ഞാൻ കറക്റ്റ് നേരെ തന്നെയാണ് പോയത്, കറക്റ്റ് ആ വീട്ടിൽ തന്നെയാണ് ഞാൻ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അവൻ ഉറച്ചു നിൽക്കുകയാണ്. ഇവരെല്ലാവരും ആകെ കിളി പോയ അവസ്ഥയിലായി. അവിടെ ആകെ മൊത്തം ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനായിട്ട് നിൽക്കുകയാണ്. ഇവരുടെ മെയിനായിട്ടുള്ള കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, വെറും കൈയോടെ പോയ നമ്മുടെ മക്കി എങ്ങനെയാണ് ആ ബോക്സും അതിൽ നമ്മളൊക്കെ ഫോട്ടോസും ആയിട്ട് തിരിച്ചു വന്നത് എന്നാണ്. അതേസമയം തന്നെ നമ്മുടെ മക്കി പറയുന്നുണ്ട്, ഞാനൊരു വട്ടം കൂടി ആ വീട്ടിലേക്ക് പോവാണ്, അവിടെ ഒരു ലെറ്റർ ഒട്ടിച്ചിട്ട് തിരിച്ചു വരാമെന്ന്. ആ സമയം തന്നെ അവനൊരു പേപ്പർ എടുത്തിട്ട് അതിലെന്തോ എഴുതുന്നുണ്ട്, ഒരു ലെറ്റർ പോലെ. ഹേയ് ദർ, ഡോണ്ട് മീൻ ടു ഫ്രീക്ക് യു ഗൈസ് ഔട്ട് ബട്ട് ജസ്റ്റ് വാണ്ട് ടു ബോറോ യുവർ ഫോൺ ഫോർ 5 minutes എന്ന് അതിൽ എഴുതി വെക്കാണ്. ഇതേ സമയം അവരുടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടുന്ന് ഒരു സൗണ്ട് കേൾക്കുകയാണ്. പേടിച്ച് അവർ പോയി നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ മക്കി എഴുതിയ സെയിം ലെറ്റർ ഇവരുടെ ഡോറിൻ്റെ മേലെ ഒട്ടിച്ച് വെച്ചിരിക്കണം. ഇതുകൂടെ ആയപ്പോൾ എല്ലാവരും ആകെ പേടിച്ച് വണ്ടറടിച്ച് നിൽക്കാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ മക്കിക്ക് മുറിവ് പറ്റിയെടുത്തിൽ ഈ ബാൻഡേജൊക്കെ വെച്ച് മുറിവൊക്കെ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. അവരുടേലാണെങ്കിൽ 2 ടൈപ്പ് ബാൻഡേജ് ഉണ്ടായിരുന്നു, ഒന്ന് ക്ലോത്ത് ടൈപ്പും പിന്നെ ഒന്ന് നോർമലും. അതിൽ മക്കി ക്ലോത്ത് ടൈപ്പ് മതി എന്ന് പറഞ്ഞിട്ട് അതന്നെ വെക്കുകയാണ്. അതിനുശേഷം എല്ലാവരും അവരവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്ന ടൈമിൽ അമീർ പറയാണ്, നിങ്ങളൊക്കെ ഓൾഡ് പിക്സ് ആണല്ലോ, ബട്ട് എൻ്റേത് ഞാനിപ്പോൾ ലാസ്റ്റ് എടുത്ത പിക്കാണെന്ന്. അതെന്താ നീ അങ്ങനെ ഉറപ്പിച്ച് പറയണേ? ഈ ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് ടൈം ഇടുന്നത് തന്നെ ഇപ്പോഴാണ്, ഈ ഡിന്നർ പാർട്ടിക്കാണ് ആദ്യമായിട്ട് ഇടുന്നത് തന്നെ. അങ്ങനെ ഓരോരുത്തരും ആ ഫോട്ടോസൊക്കെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്താണ് അവർക്ക് മനസ്സിലാവുന്നത് അത് ആ വീട്ടിൽ വെച്ച് തന്നെ ഓരോ ഭാഗത്തു നിന്ന് എടുത്ത ഫോട്ടോസാണെന്ന്. ബട്ട് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാവർക്കും ആ വീട്ടിൽ വെച്ച് എപ്പോഴാണ് ആ ഫോട്ടോ എടുത്തത് എന്ന് തന്നെ ഓർമ്മയില്ല. ഇതേസമയം എമിലി കെവിനോട് പറയുന്നുണ്ട്, ഈ ഫോട്ടോയുടെ ബാക്കിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഒക്കെ ഹാൻഡ് റൈറ്റിങ് എൻ്റേത് പോലെ ഉണ്ടെന്ന്. ഇവിടെ നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതുണ്ട്, എമിലി ഇതിൽ എഴുതിയിരിക്കുന്നത് റെഡ് കളർ വെച്ചിട്ടാണ്. ഇത് കണ്ടിട്ട് കെവിനാകെ തലവേദന പിടിച്ചിട്ട് എന്താ നടക്കണമെന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ മൈക്ക് നേരെ അങ്ങോട്ട് ടോർച്ചൊക്കെ എടുത്ത് വരുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ അവിടെ എന്താ നടക്കണമെന്ന് നോക്കാൻ പോവാ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നുണ്ടോയെന്ന്. എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ടൈമിൽ നമ്മുടെ മക്കിനോട് ചോദിക്കുകയാണ്, നിനക്കല്ലായിരുന്നു അങ്ങോട്ട് പോവാനിട്ട്, ഇപ്പോൾ നീയും വരുന്നില്ലേന്ന്. ഞാൻ നേരത്തെ പോയത് എൻ്റെ ബ്രദറിനെ വിളിക്കാൻ ഫോണുണ്ടോ നോക്കാനാണ്, അവിടെ എന്തായാലും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനിനി വരുന്നില്ല. അതിനുശേഷം മൈക്ക്, കെവിന്, എമിലി, ലോറി ഇവർ 4 പേരും പോയി നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കയ്യിലാ നേരത്തെ കണ്ട ബ്ലൂ ഗ്ലോ സ്റ്റിക്സും എടുക്കുന്നുണ്ട്. ബാക്കി 4 പേരും പേടി കാരണം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇവരങ്ങനെ പുറത്തിറങ്ങിയിട്ട് ആ ഇരുട്ടത്ത് കുറച്ച് പോയപ്പോഴത്തേനും കാണുന്നത് ഇവരുടെ അതേ സെയിം വീട് വീണ്ടും. അപ്പം മൈക്ക് നേരെ ആ വീട്ടിൽ എന്താ നടക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ട് വിൻഡോ കൂടെ നോക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ആരോ വരുന്ന സൗണ്ട് കേട്ടിട്ട് അവൻ അവിടെ നിന്ന് മാറുകയാണ്. ഇവർക്കാകെ പേടിയായിട്ട് വാ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞിട്ട് നേരെ തിരിയണ ടൈമിലാണ് ഇവരുടെ പോലെ തന്നെ 4 പേരെ കാണുന്നത്. പക്ഷെ കയ്യിലാണെങ്കിൽ റെഡ് ഗ്ലോ സ്റ്റിക്സ് ആയിരുന്നു. ഇവർക്ക് 2 ടീമിനും ഒന്നും മനസ്സിലാവാണ്ട് ആകെ പേടിച്ച് ടെൻഷനായിട്ട് വേഗം ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയ ഇവർ ബാക്കി 4 പേരോട് ഉണ്ടായ സംഭവം പറയാണ്. നമ്മളിറങ്ങിയ ടൈം മൊത്തം ഡാർക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ വീട് കണ്ടതെന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മുടെ മക്കിയും അമീറും ഞങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് ഉണ്ടായത്, ആദ്യം മൊത്തം ഡാർക്കായിരുന്നു പിന്നെയാണ് ആ വീട് കണ്ടതെന്നൊക്കെ പറയാണ്. ഇതെന്ത് സംഭവം, നമുക്ക് ഇൻ്റർനെറ്റിൽ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെടുക്കുന്ന സമയത്ത് അവിടെ ആണെങ്കിൽ ഒരു തുള്ളി റേഞ്ച് പോലും കിട്ടൂല. അപ്പം മൈക്കിനോട് ഇവിടെ വല്ല സയൻസ് റിലേറ്റഡ് ബുക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതും ഇല്ല എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ ചക്കിക്ക് ഒരു കാര്യം ഓർമ്മ വരാം. മക്കിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ മക്കിയുടെ ബ്രദർ ഒരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതെനിക്കാണെങ്കിൽ കൊടുക്കാനും പറ്റിയില്ല, വണ്ടി തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് പറയാണ്. ഇത് കേട്ട നമ്മുടെ മക്കിയും കെവിനും പുറത്ത് പോയിട്ട് ആ ഒരു ബുക്ക് എടുത്ത് വരികയാണ്. ആ ബുക്കാണെങ്കിൽ ഒരു എൻവലപ്പിനുള്ളിലായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് ആ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ അതാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ അവർക്ക് അതിൻ്റെ ഒരു യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ബുക്ക് മറിക്കുന്ന സമയത്ത് അതിലൊരു പേജിൽ നമ്മുടെ മക്കിയുടെ ബ്രദർ ക്വാണ്ടം ഫിസിക്സിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളും തിയറീസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത് ഒരു കാറ്റ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ടായിരുന്നു. നമുക്ക് ആദ്യം ഈ ഒരു കാറ്റ് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് പറയാം. ഈ ഒരു കാറ്റ് എക്സ്പെരിമെൻറ്റ് ഡാർക്ക് എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതിനെ പറ്റിയിട്ട് നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് ആക്ച്വലി ഒരു തിയറി മാത്രമാണ്, പ്രാക്ടിക്കലായിട്ട് ഇതുവരെ തെളിയിക്കാൻ പറ്റാത്തൊരു സംഭവം. ഒരു ബോക്സിനുള്ളിൽ ഒരു പൂച്ചനെയും പിന്നെ ഒരു നല്ല പോയിസൺ ആയിട്ടുള്ള ഒരു ഗ്യാസും കൂടി വെക്കുകയാണ്. അങ്ങനെ ആ ഒരു ബോക്സ് അടച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഇതിൽ നമുക്ക് 2 കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. ഒന്ന്, ആ ഒരു ഗ്യാസ് ബ്രീത്ത് ചെയ്തിട്ട് കാറ്റ് മരിക്കണ ഒരു സംഭവം. രണ്ടാമത്തത് ഗ്യാസ് വരാണ്ട് കാറ്റ് രക്ഷപ്പെടുന്നൊരു സംഭവം.
ക്വാണ്ടം ഫിസിക്സിലെ തിയറി വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സെയിം ടൈമിൽ സംഭവിക്കും. അതായത് ഈ ഒരു ബോക്സ് അടക്കുന്ന സമയത്ത് ഈ രണ്ട് സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ടാവും. ഇവിടെ ആ ഒരു ബോക്സ് തുറക്കുമ്പോൾ ഈ രണ്ട് സംഭവങ്ങളും കൂടി ചേർന്നിട്ട് നമുക്ക് കണ്ണിലാകെ ഒറ്റ റിയാലിറ്റി ആയിട്ടാവും കാണാൻ കഴിയുക. ഇതാണ് ഈ കാറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന സാധനം. ഈ ഒരു കാറ്റ് എക്സ്പെരിമെൻ്റ് ഇവർ മനസ്സിലാക്കിയ ശേഷമാണ് ഇവിടെ എന്താണ് നടക്കണമെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടുന്നത്. ബട്ട് ഈ ഒരു കാറ്റ് എക്സ്പെരിമെൻറ്റിൽ ഒരു ഇൻസിഡൻറ്റ് മറ്റൊരു ഇൻസിഡൻ്റ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാതെയാണ് നടക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഈ വീട്ടിലുള്ളവർ മറ്റൊരു വീട്ടിലുള്ളവരുമായിട്ട് ആകെ മിക്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ മൈക്ക് പറയാണ്, അത് മാത്രമല്ല ഈ ഒരു കാര്യം കൂടുതൽ പ്രശ്നമാവുന്നതിൻ്റെ മുമ്പ് തന്നെ അവരുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവരൊക്കെ കൊന്നു കളയാമെന്ന് പറയാണ്. പക്ഷെ അത് ചെയ്താൽ വലിയ മണ്ടത്തരാവെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അതിനെ എതിർക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു റിയാലിറ്റിയിൽ ഞാൻ വെള്ളം അടിച്ചിട്ടില്ല, ബട്ട് അവിടെയുള്ള ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങളൊക്കെ കൊന്നു കളയൂലേ എന്ന് മൈക്ക് ചോദിക്കുകയാണ്. അതായത് മൈക്ക് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിയാലിറ്റിയിലത്തെ മൈക്ക് വെള്ളം അടിച്ചിട്ടില്ല, പക്ഷേ മറ്റേ റിയാലിറ്റിയിലത്തെ മൈക്ക് വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ മൈക്കിൻ്റെ മൈൻഡിൽ ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഇവരിനൊക്കെ മൈക്ക് കൊന്നു കളയൂലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കും, ഒരു മിനിറ്റ്, ശരിക്കും നീ ആ ഒരു വീട്ടിൽ ആരൊക്കെയാണ് കണ്ടത് എന്ന്. അപ്പോൾ മൈക്ക് പറയുന്നുണ്ട്, അമീറിനെയും ലീനെയും പിന്നെ മക്കിനെയും ആയിരുന്നു അവിടെ കണ്ടിരുന്നത് എന്ന്. ബട്ട് ലീ ഇവിടെ ഇല്ലല്ലോ, അവളവിടെ മേലെ ഉറങ്ങിക്കൊണ്ടിരിക്കല്ലേ എന്ന് നമ്മുടെ മക്കി ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ കെവിൻ പറയണത്, അപ്പോൾ ഒരു കാര്യം ഷുവറാണ്, നമ്മുടെ ഈ രണ്ട് ഹൗസും ഒരേപോലെ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 പേര് പുറത്ത് പോയ ശേഷം ഇവിടെ 4 പേര് ഉണ്ടാവണം. അവിടെ നീ മക്കിനെയും ലീനെയും അമീറിനെയും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ മേലെ കിടന്നുറങ്ങുന്നത് ചക്കി ആയിരിക്കും. ലൈക്കേഴ്സ് ഇവിടെ നമ്മുടെ ലീ കിടന്നുറങ്ങുന്നത് പോലെ. അവിടെ അപ്പോൾ ചക്കി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ചക്കി പറഞ്ഞത് കൊണ്ടാണ് വണ്ടിയിൽ നിന്ന് ആ ബുക്ക് പോയിട്ട് എടുക്കുന്നതും എക്സ്പെരിമെൻറ്റിനെയും തിയറീസിനെയും ഒക്കെ കുറിച്ച് മനസ്സിലാക്കുന്നതും. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ അവിടെ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടും ഉണ്ടാവില്ല, ഇതുപോലത്തെ ഒരു സംസാരം പോലും അവിടെ നടന്നിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ കെവിന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ആ കാറിലുള്ള ബുക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അതുവഴി ഇതൊക്കെ നമുക്ക് റെഡിയാക്കി പഴയ പോലെ ആക്കാമെന്ന് മൈക്ക് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കിയുടെ കാർക്ക് മൈക്ക് ചോദിക്കുകയാണ്. കാരണം ഈ റിയാലിറ്റിയുള്ള മക്കിയുടെ കാറിൽ നിന്നാണല്ലോ ഇവർ ആ ബുക്ക് എടുത്തത്. അപ്പോൾ അവിടെയും അതുപോലെ മക്കിയുടെ കാറിൽ നിന്നാവും അവർ ആ ബുക്ക് എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് അതിന് മുന്നേ മക്കിയുടെ കാർക്കി വെച്ച് ആ ഒരു ബുക്ക് എടുക്കാനാണ് മൈക്കിൻ്റെ പ്ലാൻ. പക്ഷെ ഇവിടെ മക്കി കാർക്കി കൊടുക്കാൻ തീരെ സമ്മതിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി തന്നെ റിയാലിറ്റിയിൽ കുറേ ചേഞ്ചസ് വരുത്തി, ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കൂടുതൽ കുഴപ്പമാവുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിന് അവർ എതിർക്കുകയാണ്. അവരുടെ ആ സംസാരത്തിൻ്റെ ഇടക്കാണ് നമ്മുടെ ലീ ഉറക്കം കഴിഞ്ഞ് മേലെ നിന്ന് താഴോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മൈക്ക് കെവിനെ മാത്രം ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിനും പിന്നെ ചക്കിക്കും ആദ്യം ഒരു റിലേഷൻ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിവിടെ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ റിയാലിറ്റിയിലുള്ളവർക്കും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയണുണ്ടാവില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഈ ഒരു റിലേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആകെ അടിയും വഴക്കൊക്കെ ആയിട്ട് അവിടുത്തെ മക്കി ആ ഒരു ബുക്ക് എടുക്കുന്നതിന് നമുക്ക് തടയാമെന്ന് മൈക്ക് പറയുകയാണ്. പക്ഷെ ആ ഒരു ഐഡിയ കുറച്ച് മണ്ടത്തരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും വേണ്ടാന്ന് പറയുകയാണ് കെവിന്. പക്ഷെ ഇവിടെ മൈക്ക് ഇനി ഇതുകൂടി എനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവാണ്. അതേസമയം തന്നെ ലീ പറയുന്നുണ്ട്, ഞാൻ നല്ല ഉറക്കത്തിൽ വിട്ടുപോയി, സമയം എത്ര ആയതെന്നെ അറിഞ്ഞിട്ടില്ല, ആകെ ഞാനൊരു ഡോസല്ലേ എടുത്തിട്ടുള്ളൂ, അതിനെന്താ ഇത്ര എഫക്റ്റൊക്കെ ഉണ്ടോ എന്ന് പറയുമ്പോൾ എന്ത് ഡോസിൻ്റെ കാര്യമാണ് നീ പറയണതെന്ന് ബാക്കിയുള്ളവർ. അപ്പോഴാണ് നമ്മുടെ ചക്കി എടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡ്രഗിൻ്റെ ഡോസാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുക. ഈ ഒരു സമയം എല്ലാവരും ഒരു ചെറിയ ഡൗട്ടിലൊക്കെ പോകുന്നുണ്ട്. ഇനി അവളുടെ ആ ഒരു ഡ്രഗ്സ് കാരണമാവും എല്ലാവർക്കും ഇങ്ങനെ തോന്നണമെന്നൊക്കെ ആലോചിച്ച് പോവാണ്. ചക്കി, നീ എങ്ങാനും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അത് ഏഡ് ചെയ്തിക്കണമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണേ, ഇത് ഞാൻ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാ, പിന്നെ ലീ ചോദിച്ചപ്പോൾ അവൾക്ക് കുറച്ച് കൊടുത്തെന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് തന്നെ ഡൗട്ടാണെങ്കിൽ ഇതാണ് ആ ഡ്രഗിൻ്റെ ബോട്ടിൽ, ഇതിൽ നിന്ന് ആകെ കുറച്ചല്ലേ കുറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ബോട്ടിൽ മൊത്തം ഡ്രഗ് നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്താൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ ഒരു വഴിയില്ല എന്ന് പറയുമ്പോഴാണ് അവരെല്ലാവരും ഓക്കെ ആവണത്. ഈ ഒരു സമയം തന്നെ ആ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ മക്കിയും അമീറും ഒരു റൂമിലേക്ക് ഒറ്റയ്ക്ക് പോയിട്ട് സംസാരിക്കണത്. അപ്പോഴാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗ്ലോ സ്റ്റിക്സ് റെഡ് കളറായിരുന്നെന്ന് നമുക്ക് തിരിച്ചറിയുന്നത്.